തുടർച്ചയാണ്. അതിൻ്റെ അഭംഗുരമുള്ള ജൈത്രയാത്രയാണ് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം കൊടുക്കുന്ന SNDP യോഗത്തിൻ്റെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ആ മഹത്തായ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയുടെ പേരെന്താ? സുപ്രീം കോടതി. സുപ്രീം കോടതിയാണുള്ള പരമോന്നത നീതിപീഠം. ആ നീതിപീഠത്തിന്റെ മോട്ടോ, ആപ്തവാക്യം, ലെറ്റർ പാഡ്, ആ ബിൽഡിങ്ങിലുള്ള ആപ്തവാക്യമായി സ്വീകരിച്ചത് യഥോ ധർമ്മ സ്തതോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയിക്കുക. ആരാ ഇതാ പഠിപ്പിച്ചത്? നമ്മളെ ഗാന്ധാരിയെ പറ്റി കേട്ടിട്ടുണ്ട്. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ കഥാപാത്രമായി അവരെ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചോ എന്നുള്ള സംശയമാണ്. പക്ഷെ ഞാനൊന്നു പറയാം, ഗാന്ധാരി അവരുടെ ഭർതൃസേവ കൊണ്ടും സാമൂഹ്യ സേവ കൊണ്ടും ജീവിതത്തിൽ ഏറ്റവും ത്യാഗം ശ്രമിച്ചും ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോയ വനിതാ രത്നമാണ് ഗാന്ധാരി. ആ ഗാന്ധാരിയിൽ അടുത്ത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി. കൗരവർക്ക് പരാജയം നേരിടുമോയെന്ന ആശങ്ക വന്നു. അപ്പൊ അവരുടെ പുത്രൻ 100 മക്കളിൽ ഒരുവൻ അവർ ചെന്ന് പറഞ്ഞു, അമ്മയ്ക്ക് ശക്തിയുണ്ട്, അമ്മയുടെ ഈ ധാർമ്മിക ജീവിതം കൊണ്ട് അമാനുഷികമായ ശക്തി അമ്മയ്ക്കുണ്ട്, അമ്മയുടെ അനുഗ്രഹം കിട്ടിയാൽ ഞാൻ ജയിക്കും, എൻ്റെ ജീവൻ അപകടത്തിലാണ്, യുദ്ധത്തിൽ തോറ്റുപോകും, എൻ്റെ മുമ്പിലിരിക്കുന്ന ഏത് അമ്മമാരും നിങ്ങളുടെ മുഖം വന്ന് ഇങ്ങനെ കാല് പിടിച്ചെന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? മോനെ നീ യുദ്ധം ജയിക്കുക, വിജയശീലാളനാകുക, ഇതല്ലേ പറയുക. പക്ഷെ ഗാന്ധാരി പറഞ്ഞത് അതല്ല. അവൻ എൻ്റെ മകൻ ജയിച്ചു വരട്ടെ എന്നല്ല പറഞ്ഞത്. മകനെ ദുര്യോധന, എൻ്റെ ശക്തി ഇതാ തരുന്നു, നീ ജയിച്ചു വരിക എന്നല്ല പറഞ്ഞത്. അവർ പറഞ്ഞ വാക്കാണ് യഥോ ധർമ്മ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ ആ ധർമ്മം വിജയിക്കും. ഇതാണ് ആ സേതു ഹിമാചലം ഭാരതത്തിൻ്റെ മഹത്തായ സന്ദേശം. ആ സന്ദേശത്തെയാണ് നമ്മുടെ ഋഷി പരമ്പരകൾ ഉയർത്തിപ്പിടിച്ചത്. ആ സന്ദേശത്തെയാണ് ഗുരുദേവന്റെ ധർമ്മം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. മതേതര രാജ്യമായ ഇന്ത്യയിൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ നീതിപീഠത്തിന്റെ നീതിവാക്യം യഥോ ധർമ്മ സതോ ജയ എന്ന നമ്മുടെ പുരാണത്തിലെ വാക്യമാകുമ്പോൾ അത് മതേതര വിരുദ്ധമൊന്നുമല്ല, നമ്മുടെ നാടിൻ്റെ അന്തസത്തയാണ്. ആ അന്തസത്തയിൽ ഊന്നു നിന്നുകൊണ്ട് സമാജത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ഏറ്റവും അധികം ഞാൻ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്ന എൻ്റെ സഹോദരിയെ അവരെ ഇന്നലെ കാണാൻ പറ്റാത്തപ്പോൾ ഞാൻ നർദ്ദശനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറഞ്ഞു, വരാൻ സുഖമില്ലായിരുന്നു, നന്ദില്ലാന്നൊക്കെ പറഞ്ഞു. ഏതായാലും എനിക്കിത് കാണാൻ സാധിച്ചു. ഗോവയിലേക്ക് വരാൻ എന്നോട് ഒരിക്കൽ 2 തവണ ക്ഷണിച്ചതാണ്. ഗോവയിലേക്ക് വരാം, അവിടെ സുഖമായി. ഗോവയിൽ പറഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ള ഒരു രാജ്ഭവനാണ്. എൻ്റെ അതിഥിയായി ഞാൻ നിങ്ങളെല്ലാം ക്ഷണിക്കുന്നു. ഇത് തീർച്ചയായും അത്രമാത്രം സ്നേഹം പകർന്നു നൽകിയ ഒരു സഹോദരിയെ ഞാൻ എവിടെ ചെന്നാലും ഞങ്ങൾ കാണാം. അവിടെ ചെന്ന് നടേശനെ കാണുമ്പോഴും ഗൗഡറാതിന് മുമ്പും ഞങ്ങൾ തവണ സംസാരിക്കാതെ ഞാൻ പോരാണ്. അതുകൊണ്ട് ധർമ്മം ജയിക്കട്ടെ, ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ. അത് വിശ്വവിജയിയായി നമ്മുടെ ഗുരുദേവൻ ലോകമെമ്പാടും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ ഞാൻ ഈ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. പ്രിയമുള്ളവരെ, 15ാമത് മലക്കച്ചിറ ശ്രീനാരായണ കൺവെൻഷന്റെ ധന്യമായ വേദിയിൽ ഉദ്ഘാടനം നിർവഹിച്ച